ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കിയെടുത്തിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലോട്ടായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളിയും, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി. ഈ മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ തേങ്ങയ്ക്ക് ഒന്ന് അരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു മൺചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് 1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തതും, ഒരു 6 വെളുത്തുള്ളിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, 2 പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സവാളയൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കറിയിലേക്ക് ഒരു പിടി കറിവേപ്പിലയും ചെറിയൊരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒത്തിരി അങ്ങോട്ട് ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ടൈമിൽ തന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ പൊടിയുടെ ഒക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ മീൻകറിയിലേക്ക് എത്രത്തോളം ഗ്രേവിയാണ് ആവശ്യമായിട്ടുള്ളത് ആ അളവിലുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കട്ടെ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നതാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ മീൻകറിയിലേക്ക് പച്ചമാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുളിയുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഗ്രേവി നല്ല രീതിയിൽ തന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കണേ. ഇപ്പോൾ ഗ്രേവിക്ക് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മീൻ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ മീൻ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചാള മീനായിരുന്നു എടുത്തിരുന്നത്. നല്ലതുപോലെ മുട്ടയുള്ള മീനായിരുന്നേ. ആ ഒരു മുട്ടയും കൂടി നമ്മുടെ കറിയിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ മീൻ ചേർത്ത ഉടനെ തന്നെ കയ്യിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നീട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിൽ ഉപയോഗിക്കാതെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ടൊരു 12 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിതിൻ്റെ ഉപ്പൊന്ന് നോക്കിയപ്പോഴത്തേക്കും ഉപ്പ് കുറവായിരുന്നു. 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കണേ കണ്ടോ. ഞാനിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണ്ട. എന്നിട്ട് ഒരു താളിപ്പും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട്. ഇതേപോലെ നമ്മൾ മീൻ കറി തയ്യാറാക്കിയിട്ട് ഒന്ന് താളിച്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുമേ. അപ്പം ഞാൻ കുറച്ച് ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ നമുക്ക് മൂപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മളിത് സെർവ് ചെയ്യണ ഒരു ടൈമിലല്ലേ അപ്പോൾ വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.